വൈകല്യത്തോടെ കുഞ്ഞു ജനിച്ച സംഭവത്തിൽ ആരോഗ്യ വിഭാഗം നിയോഗിച്ച വിദഗ്ധ സംഘം ആലപ്പുഴയിലെത്തി. ആശുപത്രിയിലും ലാബുകളിലും എത്തി പരിശോധന നടത്തി. മെഡിക്കൽ കോളേജിലെത്തിച്ച കുഞ്ഞിനെ സംഘം നേരിൽ കണ്ട് പരിശോധന നടത്തി. ലാബ് റിപ്പോർട്ടുകളിൽ റേഡിയോളജിസ്റ്റിന്റെ ഒപ്പിൽ കൃത്രിമം നടന്നതായി സംശയമുയർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നും ആരോഗ്യവകുപ്പിന്റെ അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിയത്. പിന്നീട് കുട്ടിയെ കണ്ട് പരിശോധിച്ചു. എല്ലാവിധ ചികിത്സയും പരിശോധനയും ആലപ്പുഴയിൽ തന്നെ ഒരുക്കാമെന്ന് വിദഗ്ധ സംഘം അറിയിച്ചതായി പിതാവ് അനീഷ് പറഞ്ഞു. നിലവിലെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന അന്വേഷണ സംഘം ഞങ്ങളുമായിട്ട് സംസാരിച്ചു. കൊച്ചിൻ്റെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിലവിലുള്ള കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി വന്ന് അവർക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. ഇനി അവർ അന്വേഷണ സംഘം ആരോഗ്യമന്ത്രിക്ക് എന്ത് റിപ്പോർട്ടാണ് കൊടുക്കുന്നത് നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാക്കി ചികിത്സയും കാര്യങ്ങളും ഉണ്ടാകുക. ഇപ്പം നിലവിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റത്തിൽ ഞങ്ങൾ തൃപ്തരാണ്. അവർ എല്ലാവിധ പരിശോധനകളും ചെയ്യാനായിട്ടുള്ള സംവിധാനം ആലപ്പുഴയിൽ തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ വിശദമായ അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കും. ഗർഭകാലയളവിൽ 7 തവണ സ്കാനിംഗ് നടത്തിയിട്ടും ഗർഭസ്ഥ ശിശുവിന്റെ വൈകല്യങ്ങൾ കണ്ടെത്തിയില്ലെന്ന പരാതിയിൽ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർ പുഷ്പ, ഡോക്ടർ ഷേർലി, നഗരത്തിലെ 2 സ്വകാര്യ ലബോറട്ടറികളിലെ ഡോക്ടർമാർ എന്നിവർക്കെതിരെ ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തിരുന്നു. ലാബ് റിപ്പോർട്ടുകൾ തെറ്റിദ്ധരിപ്പിക്കും വിധമായിരുന്നുവെന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ വിലയിരുത്തൽ. കുഞ്ഞിന്റെ മാതാവ് സുറുമി സ്കാനിംഗ് നടത്തിയ മിഡാസ് ലാബിൽ ഒരേ ഡോക്ടർ 2 പരിശോധനാ റിപ്പോർട്ടുകളിൽ വ്യത്യസ്തമായി ഒപ്പിട്ടുവെന്നതും കണ്ടെത്തി. സാധാരണ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന സ്വകാര്യ ലാബുകളുടെ കൊള്ള അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മിഡാസ് ലാബിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് ജെയിംസ് സാമുവൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ലാബുകളിൽ വ്യാജമായി ഡോക്ടർമാർ ഒപ്പിട്ട് റിപ്പോർട്ടുകൾ കൈവന്ന് മനുഷ്യനെ പകൽ കൊള്ള നടത്തുന്ന ലാബുകളെ വിശ്വസിച്ചുകൊണ്ടാണ് ചില ഡോക്ടർമാർ കൈക്കൂലി വാങ്ങി പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ ആഭ്യന്തര മേഖലയെ, കേരളത്തിലെ ആരോഗ്യ മേഖലയും ദുർബലപ്പെടുത്താനുള്ള നീക്കമാണ്. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കൈരളി ന്യൂസ്, ആലപ്പുഴ.